പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. വളരെ എല്ലാ കർത്തൃദാസന്മാരും കൈയുയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. എല്ലാ വിശ്വാസികളും കൈയുയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. എല്ലാ സഹോദരിമാരും കൈയുയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഈ സ്റ്റേജിലുള്ള എല്ലാ ശ്രേഷ്ഠദാസന്മാരും കൈയുയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. കാരണം അവൻ സ്തുതിക്ക് യോഗ്യനാണ്, അവൻ ആരാധനയ്ക്ക് യോഗ്യനാണ്. ഇന്ന് അവൻ നമ്മുടെ നടുവിൽ വന്നിട്ടുണ്ട്. സ്തോത്രം. ഇത് പെന്തക്കോസ്ത് കൺവെൻഷനാണ്. പെന്തക്കോസ്തുകാർ പരിശുദ്ധാത്മ സ്നാനം പ്രാപിച്ചവരാണ്. അവരുടെ അകത്ത് വ്യാപരിക്കുന്ന ആത്മാവിന്റെ ശക്തിയുണ്ട്. അടങ്ങിയിരിക്കാതെ നീ കർത്താവിന് സ്തോത്രം ചെയ്യണം. പ്രസംഗകർക്ക് വേണ്ടി സ്തോത്രം ചെയ്യണ്ട. ഈ യോഗത്തിന് കൊഴുപ്പ് കൂട്ടാൻ വേണ്ടി സ്തോത്രം ചെയ്യണ്ട. നിന്റെ രാജാവ് ഇവിടെ എഴുന്നള്ളി എന്ന് നിനക്ക് ബോധ്യമുണ്ട് എങ്കിൽ നിന്റെ അധരങ്ങൾ അടക്കി വെക്കരുത്. നന്ദിയോടെ സ്തോത്രം ചെയ്തുകൊണ്ട് നമുക്ക് ഈ കൺവെൻഷന്റെ പ്രാരംഭ യോഗത്തിലേക്ക് പ്രവേശിക്കാം. എല്ലാവരും കൈകൾ ഉയർത്തി നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. 2010 ആരംഭം കണ്ടവർ 2011 ആരംഭത്തിലില്ല. പലരും ലോകം വിട്ടേ കടന്നുപോയി. എന്നാൽ ദൈവം തീരുമാനിച്ചു 2011 നിങ്ങൾ ഞാനും ഇവിടെ ഉണ്ടായിരിക്കണമെന്ന്. ദൈവത്തിന്റെ പ്രത്യേക പദ്ധതി അനുസരിച്ചാണ് ഇന്ന് രാത്രി അവൻ നമ്മെ കൊണ്ടുവന്നത്. ഒരു പൊതുസമ്മേളനമാണല്ലോ, നമ്മുടെ ജനറൽ കൺവെൻഷൻ ആണല്ലോ, ഒന്ന് പങ്കെടുത്തേക്കാം എന്ന് പറഞ്ഞ് വെറുതെ വന്നിരിക്കുകയല്ല. സ്വർഗത്തിന്റെ പദ്ധതി അനുസരിച്ച് നിന്നെ ഇവിടെ ക്ഷണിച്ചു കൊണ്ടുവന്നിരുത്തിയിരിക്കുകയാണ്. ദൈവത്തിന് നിന്നെ കുറിച്ചൊരു ഉദ്ദേശമുണ്ട്. 2010 വരെ ജീവിച്ച ജീവിതം പോലെയല്ല 2011 ദൈവം പുതിയതൊന്ന് നിനക്ക് വേണ്ടി ചെയ്യുകയാണ്. നമ്മളെ ശ്വസിക്കുന്നത് പോലും അവന്റെ കൃപയാണ്. അവൻ തന്ന ദാനമല്ലേ നമ്മുടെ ജീവൻ? അവൻ തന്ന ദാനമല്ലേ നമ്മുടെ ശ്വാസം? അവൻ തന്ന ദാനമല്ലേ നമ്മുടെ വസ്ത്രം? അവൻ തന്ന ദാനമല്ലേ ഇന്നിവിടെ വരാനുണ്ടായ ആരോഗ്യം? അവൻ തന്ന ദാനമല്ലേ നിന്റെ ആയുസ്? അവൻ തന്ന എത്രയോ ദാനങ്ങൾ ഓരോ ദിവസവും നീ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നു. അതിനുള്ള നന്ദി നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കണം. നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. നിന്റെ സ്വന്തം കഴിവ് കൊണ്ട്, സ്വന്തം പ്രാപ്തി കൊണ്ട്, സ്വന്തം മിടുക്ക് കൊണ്ട്, സ്വന്തം പണം കൊണ്ട്, സ്വന്തം അധ്വാനം കൊണ്ട്, സ്വന്തം ബുദ്ധി കൊണ്ട് ഇത്രത്തോളം ആയിരിക്കുന്നു എന്നാണ് നീ ചിന്തിക്കുന്നതെങ്കിൽ ഒരു സ്തോത്രവും നീ പറയേണ്ട. വായടച്ച് അന്തസ്സോടെ തലയുയർത്തി നിനക്കിവിടെ ഞെളിഞ്ഞ് ഇരിക്കുവാൻ കഴിയും. എന്നാൽ ദൈവത്തിന്റെ കൃപ ഇല്ലെങ്കിൽ അടുത്ത നിമിഷം എനിക്ക് നിലനിൽപ്പില്ല എന്നതിന്റെ ഉള്ളിൽ ബോധ്യമുണ്ടെങ്കിൽ നന്ദിയുള്ള ഹൃദയത്തോട് അവന് സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കണം. അവൻ ആരാധനയ്ക്ക് യോഗ്യൻ, അവൻ സ്തുതിക്ക് യോഗ്യൻ, അവൻ എല്ലാ പുകഴ്ചയ്ക്ക് യോഗ്യൻ. നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. പാസ്റ്റർ കെ.എം. ജോസഫ് പറഞ്ഞു, ഒരു ചെറിയ വിത്ത് വളർന്ന് വലിയ മരമായി. 1924 ചുരുക്കം ചില ആളുകൾക്ക് മാത്രം ഉണ്ടായ പരിശുദ്ധാത്മാ സ്നാനത്തിന്റെ അനുഭവം, അന്യഭാഷാ ഭാഷണം, കൃപാവരങ്ങൾ അവരൊന്നിച്ച് പ്രവർത്തിപ്പാൻ തക്കവണ്ണം ദൈവത്തിന്റെ ആത്മാവ് അവരെ ഐക്യപ്പെടുത്തി. പല സ്ഥലങ്ങളിൽ അതുപോലെയുള്ള കൂട്ടായ്മകൾ എഴുന്നേറ്റു. തീ പടർന്ന് പിടിക്കുന്നത് പോലെ ഈ മലങ്കരയിൽ പരിശുദ്ധാത്മാവിന്റെ അഗ്നിജ്വാല കത്തിപ്പടർന്നു. അതിന്റെ പരിണിത ഫലമാണ് ഇന്ത്യൻ പെന്തക്കോസ്റ്റൽ ചർച്ച് ഓഫ് ഗാഡ്. ദൈവത്തിന്റെ പദ്ധതിയായിരുന്നത്, ദൈവത്തിന്റെ ഉദ്ദേശമായിരുന്ന ഒരു ജനത്തെ വിളിച്ചെഴുന്നേൽപ്പിച്ച് ആത്മീയത്തിൽ മുരടിച്ചുപോയ, ശുഷ്കിച്ചുപോയ, മരണപ്രായമായി തീർന്ന ഒരു ജനത്തിന്റെ ഇടയിൽ ജീവനുള്ള, ശക്തിയുള്ള, പ്രതികൂലങ്ങളെ വകവയ്ക്കാതെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലേക്ക് ലോകം മുഴുവൻ കടന്നുപോയി സുവിശേഷം അറിയിപ്പാൻ തക്കവണ്ണം ദൈവം ഒരു ജനത്തെ എഴുന്നേൽപ്പിച്ചു. അതാണ് IPC സഭ. ഗൾഫ് നാടുകളിലൊക്കെ ഇപ്പോൾ ധാരാളം സഭകൾ IPCക്കുണ്ട്. നൂറുകണക്കിന് ആളുകൾ കൂടി വരുന്ന പ്രാദേശിക സഭകളുണ്ട്. 25ഓളം റീജിയനുകൾ ഇപ്പോഴുണ്ട്. ഇനിയും
ഫെബ്രുവരി ആകുമ്പോൾ വീണ്ടും പുതിയ റീജിയൺ ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്. എങ്ങനെയാ ഗൾഫ് നാട്ടിൽ സഭയുണ്ടായത്? ഇവിടുന്ന് ഏതെങ്കിലും പാസ്റ്റേഴ്സ് അവിടെ പോയി പ്രസംഗിച്ച് ആളുകളെ മാനസാന്തരപ്പെടുത്തി ഉണ്ടായ സഭയല്ല. ഇവിടെ നിന്ന് ഉപജീവനത്തിന് വേണ്ടി ദൈവമക്കൾ, വിശ്വാസികൾ ജോലിക്ക് പോയപ്പോൾ അവര് പോയ കൂട്ടത്തിൽ മറന്നു പോകാഞ്ഞ രണ്ട് കാര്യമുണ്ട്. അവരുടെ പെട്ടിക്കകത്ത് അവർ കൊണ്ടുപോയ കൂട്ടത്തിൽ ഒന്ന് ബൈബിളൂടെ വെച്ചാണ്. വീട്ടിൽ അപ്പച്ചൻ എടുത്ത വേദപുസ്തകം പെട്ടിക്കകത്ത് വെച്ചിട്ട് പറഞ്ഞ, മോനെ നീ പോകുമ്പോൾ ഈ പുസ്തകം കൂടെ കൊണ്ടുപോകണമെന്ന് പറഞ്ഞ് പെട്ടിക്കകത്ത് ആദ്യം ബൈബിളിലാണ് വെച്ചത്. 2, കത്തിച്ച ഒരു വിളക്ക് കൊടുത്തു, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിന്റെ ദീപം. ഈ 2മായി കടന്നുപോയ വിശ്വാസികൾ 2 പേര് 3 പേര് വീതം വീടുകളിൽ കൂടി പ്രതികൂലങ്ങൾ കണ്ടുപിടിച്ചാൽ ജോലി പോകും, കണ്ടുപിടിച്ചാൽ ജയിലിലിടും. പക്ഷേ സൗദി അറേബ്യയിൽ പോലും ഈ കഴിഞ്ഞ ദിവസം ഞാൻ ചെന്നപ്പോൾ 3500 പേര് ഒന്നിച്ച് പെന്തക്കോസ്ത് കൂട്ടായ്മയ്ക്ക്, യുണൈറ്റഡ് പെന്തക്കോസ്റ്റൽ കൂട്ടായ്മയ്ക്ക് വലിയ ഒരു ഓഡിറ്റോറിയം വാടകയ്ക്കെടുത്ത് നടത്തുവാൻ ഇടയായി തീർന്നു. എന്താ ഈ പറയുന്നതിന്റെ അർത്ഥം? എവിടെ പ്രതികൂലമുണ്ടോ അവിടെ ഇത് വളർന്ന് പന്തലിക്കും. എവിടെയാണോ അടച്ചുകെട്ടുള്ളത് അവിടെയാണ് ഇത് വളരുവാൻ പോകുന്നത്. ഈ മരം വളർന്നു, ഈ മരത്തിന് വലിയ വലിയ ശാഖകളുണ്ടായി ലോകം മുഴുവൻ പടർന്ന് പന്തലിപ്പാൻ മഹാദൈവം നമ്മോട് കൃപ ചെയ്തു. നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇതിന് ഉടമസ്ഥൻ ഒരാളെയുള്ളൂ, ഇതിന് നടത്തിപ്പുകാരൻ ഒരാളെയുള്ളൂ, ഇതിന് യജമാനൻ ഒരാളെയുള്ളൂ. ബാക്കി എല്ലാവരും ദാസന്മാരാണ്. ഏത് ഔദ്യോഗിക സ്ഥാനത്തിരുന്നാലും അത് സൊസൈറ്റിയോടുള്ള ബന്ധത്തിൽ ഭരണം നടത്തുവാനുള്ളതായ ക്രമീകരണം മാത്രമാണ്. എന്നാൽ സഭ ആരതിനു വേണ്ടി ജീവൻ കൊടുത്തോ, ആരതിനു വേണ്ടി രക്തം കൊടുത്തോ അവന്റെ സമ്പാദ്യമാണ്. കർത്താവ് താൻ സ്വന്തം രക്തത്താൽ സമ്പാദിച്ച ദൈവത്തിന്റെ ആട്ടിൻ കൂട്ടമാണ് ദൈവത്തിന്റെ സഭ. അവിടെ ജോലി ചെയ്യുന്ന ദാസന്മാര് മാത്രമാണ് കർത്തൃദാസന്മാർ. മനസ്സിലായവർ കൈയുയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. വർഷം വളർന്ന് പന്തലിക്കുമ്പോൾ ഒരു കാര്യമുണ്ടാകുമെന്ന് യേശു പറഞ്ഞു. പറവകൾ വന്ന് കൂട് വെക്കും. പറവകൾക്ക് പല വ്യാഖ്യാനമുണ്ട്. ആ ഉപമയിൽ പറവകൾ ആരാണെന്ന് യേശു പറഞ്ഞിട്ടില്ല. 2 വ്യാഖ്യാനം ഞാൻ കേട്ടിട്ടുണ്ട്. ഒരു വ്യാഖ്യാനം ഇവിടെ കുമ്പനാട് എബ്രോൺ ബൈബിൾ കോളേജിലെ വിദ്യാർത്ഥിയായിരുന്നപ്പോൾ അന്ന് എന്റെ അധ്യാപകനായ പരേതനായ പാസ്റ്റർ VT തോമസ് അന്ന് പറഞ്ഞു തന്ന വ്യാഖ്യാനം ഇതാണ്. പറവകളെ കുറിച്ച് മറ്റ് ഉപമകളിൽ യേശു വ്യാഖ്യാനിച്ചിട്ടുണ്ട്. അവിടെ പറയുന്നത് വിത്ത് വിതച്ചത് പറവകൾ വന്ന് കൊണ്ടുപോയി. പറവകൾ ദുഷ്ടനാണ്, ദുഷ്ടൻ പറക്കിക്കൊണ്ടുപോകും. ആ പറവകൾ എങ്ങനെയോ ഈ മരത്തിൽ കൂടുകെട്ടാൻ ഇടയായി എന്നതാണ് അദ്ദേഹത്തിന്റെ വ്യാഖ്യാനം. അബ്രഹാം ബലിയർപ്പിച്ചപ്പോൾ കഴുകന്മാർ ഇറങ്ങി വന്നു, കഴുക്കൾ ഇറങ്ങി വന്നു. അബ്രഹാം റാഞ്ചൽ പക്ഷികളെ ആട്ടിക്കളഞ്ഞു. ഇറങ്ങി വരാൻ പാടില്ല ഈ പറവകൾ. ഈ മരത്തിൽ കൂടുകെട്ടാൻ പാടില്ല പറവകൾ. അന്യമായത്, ഈ മരത്തോട് ചേരാത്തതൊന്നും ഈ മരത്തിൽ കാണാൻ പാടില്ല. അതാണ് പാസ്റ്റർ TS എബ്രഹാം അധ്യക്ഷ പ്രസംഗത്തിൽ പറഞ്ഞത്. എന്തിനു വേണ്ടി ദൈവം ഇതിനെ സ്ഥാപിച്ചോ അതിനു വേണ്ടി മാത്രം ഇത് ഭൂമിയിൽ നിലകൊള്ളണം. ആ വിശ്വാസമുള്ളവർ കൈയുയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. നമ്മുടെ സമൂഹത്തിൽ ഇന്ന് അധപ്പതിച്ച ഒരു സംസ്കാരം വന്നിരിക്കുന്നു. ഗുണ്ടായിസം, ഭീഷണി, ബ്ലാക്ക് മെയിൽ, തട്ടിപ്പ്, ഇതെല്ലാം കൊണ്ടാണ് ഇത് സമൂഹം മുമ്പോട്ട് പോകുന്നത്. പോലീസ് നോക്കുന്നുണ്ട്, കോടതി നോക്കുന്നുണ്ട്, ഭരണം നടത്തുന്നവർ നോക്കുന്നുണ്ട്. പക്ഷേ സമൂഹത്തിന്റെ ഈ മൂല്യച്യുതിയെ നികത്തുവാൻ, മാറ്റുവാൻ, പരിവർത്തനം ചെയ്യുവാൻ അവർക്ക് കഴിയുന്നില്ല. ഇരുട്ട് മൂടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സമൂഹത്തിൽ അതിഭയങ്കരമായ അധാർമികതയുടെ, തിന്മയുടെ ഇരുട്ട് മൂടിക്കൊണ്ടിരിക്കുകയാണ്.
ഇവിടെ കൊലപാതകങ്ങൾ വർദ്ധിക്കുന്നു, പിടിച്ചുപറികൾ, മോഷണങ്ങൾ വർദ്ധിക്കുന്നു, അവിഹിത ബന്ധങ്ങൾ വർദ്ധിക്കുന്നു. വിശുദ്ധ വേദപുസ്തകം വിലക്കിയിട്ടുള്ള കാര്യങ്ങൾ സാധാരണ കാര്യങ്ങൾ പോലെ സമൂഹം സ്വീകരിക്കുന്നു. ഈ ഇരുട്ടത്ത് ദൈവം കൊളുത്തിവെച്ച വിളക്കാണ് ദൈവത്തിന്റെ സഭ. എത്ര ഇരുട്ട് വന്നാലും ഒരു കാര്യം ഓർത്തുകൊള്ളുക, ലോകത്തിലെ മുഴുവൻ കൂരിരുട്ട് ഒന്നിച്ചുകൂടിയാലും ഒരു മെഴുകുതിരിയുടെ നാളത്തെ കെടുത്തുവാൻ, അതിനെ അണച്ചുകളയുവാൻ ഇരുട്ടിന് ശക്തിയില്ല. എന്ന് മാത്രമല്ല, വെളിച്ചം വരുമ്പോൾ ഇരുട്ട് ഓടിപ്പോകും. എത്ര വലിയ കൊടുങ്കാറ്റടിച്ചാലും ഒരു നക്ഷത്രത്തെ പോലും കെടുത്താൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ദൈവം നിന്നെ ഒരു നക്ഷത്രമാക്കി നിർത്തിയിരിക്കുകയാണ്. ദൈവം നിന്നെ ഒരു ദീപമാക്കി നിർത്തിയിരിക്കുകയാണ്. ദൈവം നിന്നെ ഒരു വിളക്കാക്കി നിർത്തിയിരിക്കുകയാണ്. യേശു പറഞ്ഞു, നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചം. ജീർണിക്കുന്ന സംസ്കാരത്തിൽ, ധാർമ്മികതയുടെ ജീർണത ബാധിച്ച ഈ സംസ്കാരത്തിൽ, ജീർണതയിൽ നിന്ന് ഇതിനെ മോചിപ്പിക്കുവാൻ തക്കവണ്ണം കഴിയുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ. ചീഞ്ഞ് പോകാതിരിക്കാൻ ഉപയോഗിക്കുന്നതാണ് ഉപ്പ്. യേശു പറഞ്ഞു, നിങ്ങളാണ് ഉപ്പ്, നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണ്. നിങ്ങൾക്ക് മാത്രമേ ഈ ജീർണിച്ചു പോകുന്ന സംസ്കാരത്തിൽ നിന്ന് സമൂഹത്തില് ജനത്തെ വിടുവിപ്പാൻ കഴിയത്തുള്ളൂ. ആ ഉപ്പിന് അതിന്റെ ശക്തിയില്ലാതെ വന്നാൽ അത് വെറും മണലിന് തുല്യമാണ്. അത് ചവിട്ടിക്കളയും. ദൈവം നിന്നെ ഉപ്പാക്കി നിർത്തിയിരിക്കുകയാണ്. ദൈവം നിന്നെ വിളക്കാക്കി നിർത്തിയിരിക്കുകയാണ്. ഇന്ന് ഈ കൺവെൻഷൻ കഴിഞ്ഞ് പോകുമ്പോൾ ആത്മാവിൽ കത്തുന്ന ഒരു വിളക്കും കൊണ്ട് നീ പോകാവുള്ളൂ. എണ്ണ കുറവാണെങ്കിൽ എണ്ണ പകരുവാൻ ഇവിടെ യേശു വന്നിട്ടുണ്ട്. പരിശുദ്ധാത്മാവിന്റെ എണ്ണ നിന്റെ ഉള്ളിൽ പകർന്ന് നിന്റെ ദീപത്തെ കത്തിക്കാൻ അവൻ വന്നിട്ടുണ്ട്. നിന്റെ കരിന്തിരി മുറിക്കുവാൻ അവൻ വന്നിട്ടുണ്ട്. നിന്റെ തിരിയെ നീട്ടുവാൻ അവൻ വന്നിട്ടുണ്ട്. ഇടിച്ചെടുത്ത തെളിവുള്ള ഒലിവണ്ണ നിന്റെ ജീവിതത്തിൽ പകരും. അത് പഴയ നിയമത്തിലെ ഒരു വാക്യമാണ്. ഇടിച്ചെടുത്ത തെളിവുള്ള ഒലിവണ്ണ എന്ന് പറഞ്ഞാൽ പിഴിഞ്ഞെടുത്തതാ, ക്രഷ് ചെയ്തെടുത്തതാണ്. അവസാന തുള്ളി ഓയിൽ വരെ അതിൽ നിന്ന് പുറത്തേക്ക് വരത്തക്കവണ്ണം അതിനെ ക്രഷ് ചെയ്തെടുത്തതാണ്. ആരെയാ? യേശുവിനെ കാൽവറിയിലെ ചക്കിൽ. കാൽവറിയിലെ ചക്കിൽ ദൈവസുതനായ യേശു ക്രിസ്തുവിനെ മെതിച്ചെടുത്തത് കൊണ്ട്, ചക്കിൽ ആട്ടിയെടുത്തത് കൊണ്ട്, ക്രഷ് ചെയ്തെടുത്തത് കൊണ്ട്, തൃത്വത്തിൽ മൂന്നാമനായി പരിശുദ്ധാത്മാവിനെ അവൻ പിതാവിനോട് ചോദിച്ച് നമുക്ക് അയച്ചു തന്നിരിക്കുന്നു. ആത്മാവിന്റെ എണ്ണ കുറഞ്ഞു പോകരുത്, എണ്ണ വറ്റിക്കിടക്കരുത്. സമൃദ്ധിയായി എണ്ണ പ്രാപിക്കാം. ഫോറിന് വിദേശത്തുനിന്ന് കൊണ്ടുവരുന്ന ടോർച്ചുണ്ടല്ലോ, കുത്തിയിടണം. അത് പ്ലഗിൽ കുത്തിയിട്ട് ചാർജ് ചെയ്താലേ രാത്രിയിൽ അത് കത്തത്തുള്ളൂ. പ്ലഗിൽ കുത്തിയിടാൻ മറന്നുപോയച്ച് രാത്രി എടുത്ത് അത് ഓൺ ചെയ്യാൻ നോക്കിയാൽ വെളിച്ചം കിട്ടത്തില്ല. നിനക്ക് ചാർജ് ചെയ്യാനുള്ള സമയമാണ് കുമ്പനാട് കൺവെൻഷൻ. ദൈവത്തിൽ നിന്ന് വലിയ കാര്യങ്ങൾ പ്രതീക്ഷിക്കാം. ലൂക്കോസ് 19:13 അതാണ് നമ്മുടെ തീം വാക്യം. അതിനെ അടിസ്ഥാനമാക്കി കർത്താവിന്റെ ദാസൻ ഇവിടെ പ്രസംഗിക്കും. ആ വാക്യം ഇപ്പോൾ ഇവിടെ വായിച്ച് കേൾപ്പിക്കും. ലൂക്കോസ് 19:13. അവൻ 10 ദാസന്മാരെ വിളിച്ച് അവർക്ക് 10 റാത്തൽ വെള്ളി കൊടുത്തു. ഞാൻ വരുവോളം വ്യാപാരം ചെയ്തുകൊള്ളുമെന്ന് അവരോട് പറഞ്ഞു. എല്ലാ 10 ദാസന്മാരെ അവൻ വിളിച്ചിട്ട് 10 റാത്തൽ വെള്ളി കൊടുത്തിട്ട് ഒരു നിർദ്ദേശം കൊടുത്തു. ഞാൻ വരുന്നത് വരെ ഇതുകൊണ്ട് നിങ്ങൾ പ്രവർത്തിക്കണം, ഇതുകൊണ്ട് നിങ്ങൾ വർദ്ധിപ്പിക്കണം, ഇതുകൊണ്ട് നിങ്ങൾ ആദായം ഉണ്ടാക്കണം. മടങ്ങി വന്നപ്പോൾ ഒരുത്തൻ പറഞ്ഞു, 1 റാത്തൽ വെള്ളി തന്ന് ഞാൻ 10 റാത്തൽ ഉണ്ടാക്കി. രാജാവ് പറഞ്ഞു, 10 പട്ടണങ്ങൾക്ക് നിന്നെ അധിപനാക്കുന്നു. വേറൊരുത്തൻ പറഞ്ഞു, ഞാൻ 1 തന്ന് റൂമാലി കെട്ടിവെച്ചു. അവനോട് പറഞ്ഞു, നീ എന്തുകൊണ്ടാണ് അത്
വർദ്ധിപ്പിക്കാൻ കഴിയുന്ന ദ്രവ്യം പലിശയ്ക്ക് കൊടുക്കുന്നവരെങ്കിലും ഏൽപ്പിക്കാൻ പാടില്ലായിരുന്നു എന്ന് ചോദിച്ചു. നിന്റെ പക്കൽ ദൈവം ഒരു താലന്ത് തന്നിട്ടുണ്ട്. നിന്റെ പക്കൽ തന്നിരിക്കുന്ന താലന്ത് നീ വ്യാപാരം ചെയ്യണം. ഈ ഒരാഴ്ച മുഴുവൻ നമ്മൾ ആ വിഷയത്തിന്റെ ചുറ്റും ഇരുന്ന് പരിശുദ്ധാത്മാവ് പ്രകാശിപ്പിക്കുക. ദൂത് കേൾക്കാൻ പോകുകയാണ്. 140 കർത്തൃദാസന്മാർ ഈ ഒരാഴ്ച കൊണ്ട് ഈ സ്റ്റേജിൽ നിന്ന് പ്രസംഗിക്കും. ദൈവത്തിന്റെ അഭിഷക്തന്മാർ ലോകത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് വന്ന് ഇവിടെ ശുശ്രൂഷ ചെയ്യുകയാണ്. ഇതൊരു വലിയ അനുഗ്രഹമാണ്. ഇത് നമുക്ക് വലിയത് പ്രതീക്ഷിക്കാം. പിശാച് നിന്നോട് കുറ്റം പറയാൻ പറയും. പിശാച് പറയും ആ കുറ്റം പറയണം, ഈ കുറ്റം പറയണം, ആ കമന്റ് പറയണം, ഈ കമന്റ് പറയണം. നീ പറയണം, ദുഷ്ട പിശാചെ നിന്നെ ശാസിക്കുന്നു. ഞാൻ വന്നത് കുറ്റം കണ്ടുപിടിക്കാനോ അത് പറയാനോ അല്ല. ഞാൻ വന്നത് എനിക്കൊരു അനുഗ്രഹം പ്രാപിക്കണം, എനിക്കൊരു വിടുതൽ പ്രാപിക്കണം. ആവശ്യബോധത്തോട് ആര് വന്നിട്ടുണ്ടോ അവർക്ക് ഇന്ന് രാത്രി തന്നെ വിടുതലുണ്ട്. ആവശ്യബോധമായി നീ വന്നെങ്കിൽ, ഒരു പ്രാർത്ഥനയോടെ വന്നെങ്കിൽ ആ പ്രാർത്ഥനയ്ക്ക് ഇന്ന് രാത്രി മറുപടിയുണ്ട്. നീ രോഗിയാണ് എങ്കിൽ ആണിപ്പാടുള്ള കൈ നിന്റെ മേൽ വെച്ച് നിന്നെ സൗഖ്യമാക്കുവാൻ യേശു ക്രിസ്തു ഇവിടെ വന്നിട്ടുണ്ട്. നിന്റെ ഉച്ച മുതൽ പാദം വരെ വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ വ്യാപാര ശക്തി നിന്റെ ശരീരത്തിൽ വ്യാപരിച്ച് ഇന്ന് രാത്രി നിന്റെ നാടിഞരമ്പുകളിലും അസ്ഥിപഞ്ജരങ്ങളിലും മാംസപേശികളിലും ആന്തരിക അവയവങ്ങളിലും പോരാടി നിൽക്കുന്ന സകല രോഗബന്ധനങ്ങളെ തകർത്ത് അത്ഭുത സൗഖ്യം എന്ന് രാത്രി നിനക്ക് കൽപ്പിക്കുന്നു. ഈ ദിവസങ്ങളിൽ വലിയ നന്മകൾ നമുക്ക് പ്രാപിക്കാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കാൻ പോകുന്ന ദൈവസ്നേഹം എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുന്ന അവസരത്തിൽ ദൈവനാമത്തിൽ ഞാനിത് ഉദ്ഘാടനം ചെയ്യുവാൻ പോകുകയാണ്. By the authority vested upon me as the General President of the Indian Pentecostal Church of God, I do hereby declare that the 87th the Kumbarad Convention of the year 2011 is inaugurated in the name of the Father and of the Son and of the Holy Spirit for the glory of God. ദൈവനാമ മഹത്വത്തിന് വേണ്ടി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഇന്ത്യൻ പെന്തക്കോസ്റ്റൽ ചർച്ച് ഓഫ് ഗോഡിന്റെ 87ാമത് കുമ്പനാട് ജനറൽ കൺവെൻഷൻ 2011 ആണ്ട് ഉദ്ഘാടനം ചെയ്തതായി ഞാൻ ഇവിടെ അറിയിച്ചു കൊള്ളുന്നു. എല്ലാവരും കൈകൾ ഉയർത്തി അത്യുത്സാഹത്തോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, അവിടുത്തെ പാദപീഠങ്ങൾ ഞങ്ങളെ സമർപ്പിക്കുന്നു. ഇവിടെ വന്ന് എല്ലാവരെയും അനുഗ്രഹിക്കണമേ. ഇവിടെ ശുശ്രൂഷിക്കാൻ അനുഗ്രഹിക്കണമേ. ഇവിടെ വാഹനങ്ങൾ വരുന്നവർക്ക് അപകടം കൂടാതെ സൂക്ഷിക്കണമേ. യാത്രയിൽ പരിപാലിക്കണമേ. ദൂരത്തൊന്നും ചാരത്തൊന്നും വന്നവർക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകാതെ ഈ ഒരാഴ്ച അവിടുത്തെ സന്നിധിയിൽ ആത്മീയ ഉത്സവം ആചരിക്കുവാൻ ഞങ്ങൾക്കിടയാക്കണം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.